സകല സുഖകുല വിമല തിലകിത കളേഭരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളധികാരകം. ബലം പ്രയോഗിക്കാതെ മാനമായിട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത്. എനിക്ക് പുറത്തു പോകാനുണ്ട്. എന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് തന്നേക്കാം. ഇല്ല, കുപ്പിയും കൺമഷിയും കൂടെ വാങ്ങി വെച്ചോളൂ. വേണ്ടിവരും. ഓരോ സെഞ്ചുറിയിൽ ഓരോ പരിഷ്കാരമാണ്. ഈ സെഞ്ചുറിയിൽ ആൺകുട്ടികൾക്കാണ് ഒരുക്കം കൂടുതൽ. അസൂയപ്പെട്ട് ഫലമില്ല. കണ്ണാടി വിടൂ. വിടാണ് പറഞ്ഞത്. മാലതി, എന്താ അവിടെ? എന്താ അവിടെ ബഹളം? ഇത്തിരി രാമായണം വായിക്കാൻ കൂടെ പിള്ളേർ സമ്മതിക്കില്ലല്ലോ. എപ്പോ നോക്കിയാലും തൊലക്കിൻ വായക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനോ? നിനക്ക് പിന്നെ ചീകിയാൽ പോരെ? അവനൊരാണല്ലേ. ആണുങ്ങൾക്ക് എന്താ തലയിലോട്ട് കൊമ്പുണ്ടോ? ചതിച്ചു ഗുരുവായൂരപ്പ. സുസന്ധി നേരത്ത് ചോരയാണല്ലോ ഫലം. നല്ലതാ, ചോര നല്ലതാ. ആരാത്? തടി പോലെ വളർന്നാലും മര്യാദ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ശങ്കുണ്ണി? നീ തന്നെ പറ. എന്താ ശങ്കുണ്ണി? എന്തൊന്ന് ചോദിച്ചാൽ കാപ്പി ഇങ്ങോട്ട് പോരട്ടെ, പിന്നെ പറയാൻ സംഭവം. ഇന്റർവ്യൂ കാർഡുണ്ടോ? ശങ്കുണ്ണി ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. ഇന്റർവ്യൂ കാര്യം ഞാൻ കൈ കൊണ്ടുവന്നു. കാപ്പി പോരട്ടെ. മോളെ, നമ്മുടെ ശങ്കുണ്ണിക്ക് ഒരു നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കിക്കോളെ. കട്ടനേ ഉള്ളൂ അല്ലേ? ആ എങ്കിൽ കാർഡ് പോസ്റ്റിൽ വന്നാ മതിയായിരുന്നു. ശങ്കുണ്ണി, പെൻഷൻ ആയതിനു ശേഷം ഇവിടെ എങ്ങനെയൊക്കെയാ? എങ്കിലും ശങ്കുണ്ണി സമർത്ഥനാണ്. മോനെ രാജാ, നീ പല്ല് തേക്കിയ കുളിക്കുക ഒന്നും ചെയ്യുന്നില്ലേ? ആ പകൽ ഇങ്ങനെ പുസ്തകം കടലാസമായിരുന്ന പ്രാന്ത് പിടിക്കും. അമ്മയ്ക്ക് ഞാൻ കുളിക്കണം, പല്ല് തേക്കണം, കാപ്പ് കുടിക്കണം, വേറെ ഒന്നും വേണ്ടല്ലോ. താൻ ചെത്ത് മീൻ പിടിച്ച് എന്ത് പ്രയോജനം? മോനൊന്ന് കുളിച്ചിട്ട് വാ. ഇതൊന്ന് പൂർത്തിയാക്കിയാലുള്ള ഗുണം അമ്മയ്ക്ക് അറിയാമോ? എനിക്കൊന്നും അറിയണ്ട. മോൻ എളുപ്പം കുടിച്ചിട്ട് വാ കാപ്പി കുടിക്കാൻ. ചേട്ടാ, എന്താണ് ഇത്ര രാവിലെ? അമ്പലത്തിൽ പോയിരുന്നു. എന്താ കാര്യം? ഒരു ട്യൂഷൻ എടുക്കാൻ. അത് കൊള്ളാമല്ലോ. ആരേർപ്പെടുത്തുന്നു ട്യൂഷൻ? നമുക്ക് ആരിയിരിക്കുന്നു ഏർപ്പെടുത്താൻ? ആർക്കും ആരുമില്ല, എല്ലാം സ്വയംകൃതം. ഇതാ. എന്താണത്? ഓ, ഇന്റർവ്യൂ. കൊള്ളാമല്ലോ. ഇന്നാണോ? അതെ, ചേട്ടനെ കൂടി കണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അനുഗ്രഹിക്കണമായിരിക്കും. അമ്മയില്ലേ ഏട്ടാ? അകത്ത് കാണും. വിമല ഇരിക്കൂ. വേണ്ട, നിൽക്കാം. എന്നാ നിൽക്കൂ. അപ്പോൾ ഇന്ന് ഇന്റർവ്യൂവിന് പോകും. പോകും. പാസ്സായാൽ ഉദ്യോഗം സ്വീകരിക്കും. ചേട്ടൻ ഇത്ര സംശയം എന്താ? ഓ, ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. ചേട്ടൻ എന്തോ മനസ്സിൽ വെച്ചാ ചോദിച്ചത്. അതെ. എന്താണത്? വിമല ഉദ്യോഗത്തിന് പോകുന്നത് എനിക്കിഷ്ടമല്ല. അച്ഛൻ പെൻഷനായി. ഞങ്ങൾക്ക് മറ്റാരുമില്ല. എനിക്കെന്തെങ്കിലും വരുമാനമായില്ലെങ്കിൽ ഗോപിയും മാലതിയും എത്തേണ്ടിടത്തെത്തുകയില്ല. എന്റെ മനസ്സിൽ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. എനിക്കും. എന്റെ ആയുസ്സും ആരോഗ്യവും ഊണും ഉറക്കവും ഈ കാണുന്ന പുസ്തകങ്ങൾ ഞാൻ ഒതുക്കിയത് ആ പ്രതീക്ഷകൾ സഫലീകരിക്കാനാണ്. സഫലമാകും. എനിക്ക് വേണ്ടി മാത്രമല്ല. എനിക്കറിയാം. വിമലയ്ക്കൊരു ഉദ്യോഗം മതിയെങ്കിൽ എനിക്കും ഒരു ഉദ്യോഗം മതി. ഈ അധ്വാനം ഇവിടെ നിർത്താം. ചേട്ടാ, എനിക്കറിയാം, പുരുഷന്മാർ ഇന്നോളം സ്ത്രീകളുടെ ചുറ്റും കെട്ടിപ്പടുത്തിട്ടുള്ള മനക്കോട്ടകളെല്ലാം മൺകോട്ടകളായി പരിണമിച്ചിട്ടുള്ളൂ. മഴക്കാലം വരെ നിൽക്കാറില്ല. മഞ്ഞുകാലത്ത് തന്നെ അവ തകർന്നടി. അങ്ങനെ പറയാതിരിക്കൂ ഏട്ടാ. ഭാഷ കൈവശമുള്ളത് ദോഷാരോപണത്തിന് മാത്രമല്ല. എന്താവശ്യമാണ് ഈ ഉദ്യോഗത്തിന്? എന്റെ കുടുംബം സംരക്ഷിക്കാൻ. ക്ഷമിക്കൂ ഇന്നലെ, സ്നേഹക്കൂടുതൽ കൊണ്ട് ഞാൻ അല്പ സ്വാതന്ത്ര്യം കാണിച്ചു പോയി. എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഉദ്യോഗസ്ഥയാകുന്നത് കൊണ്ട് ചേട്ടൻ എന്നോട് സ്നേഹം കുറയുമോ? സ്നേഹം വെയിലത്ത് വാടുകയും മഴയത്ത് തളർക്കുകയും ചെയ്യുന്നതല്ലോ. അത് മതി. ഇതാ പ്രസാദം. തൊട്ടോളൂ.
ചേട്ടൻ തൊട്ടോളൂ. അമ്മയെ ഒന്ന് കാണട്ടെ ഏട്ടാ. അച്ഛാ, ഞാൻ വരുന്നതാ. ശരി മോളെ. മോളെ 10:30 മുതൽ 12 വരെ രാഹുകാലാണ്. അതിനു മുമ്പ് നീ ജോലി പ്രവേശിച്ചിരിക്കണം. ശരി അച്ഛ. പോയിട്ട് വാ മോളെ, ഇന്ന് നന്നായിട്ട് വരും. ചേച്ചിക്ക് ശകലം കാണാനാ. ഞാൻ വരട്ടെ മുത്തശ്ശി. മോള് നന്നായിട്ട് വരും കേട്ടാ. മോളുടെ ആദ്യത്തെ ശമ്പളത്തില് മുത്തശ്ശിക്ക് ഒരു നല്ല പുയല വാങ്ങി തന്നേക്കണം കേട്ടാ. പുകയില് മാത്രമല്ല, ഒരു നേരിതും വാങ്ങിത്തരാം. അവള് പോയിക്കോ. നമ്മുടെ മൂന്നാമത്തെ സൺ അനന്തരാമന്റെ ഉപനയനം 23-ാം തീയതിയാണ്. ജാനകിയമ്മയും വരണം. അതിനെന്താ സ്വാമി, വരാം. എല്ലാവരും വരണം. ഓ, ജാനകിയമ്മയുടെ ബാഗ് അറിയാതെ തന്നെ നമ്മുടെ കയ്യിലോട്ട് പോകുന്നു. തങ്ങുണി, നാം വരുമ്പോൾ എഴുത്തി നിന്ന് ഒന്ന് ബഹുമാനിക്കാൻ വയ്യല്ലേ? ഐ വിൽ പുട്ട് ഇൻ ഡിഫിക്കൽട്ടീസ്. നോ സർ. നമസ്കാരം. എന്താ ജാനകിയമ്മയെ സംശയങ്ങൾ വല്ലതും ഉണ്ടോ? സംശയം ഒന്നുമില്ല സ്വാമി. ജാനകിയമ്മയുമായി ഒരു നാൾ സിനിമ കാണാൻ പോകണമെന്ന് നമുക്ക് മോഹമുണ്ട്. അതെന്താ സ്വാമി നേരത്തെ പറയാത്ത? നമുക്കൊരു ദിവസം പോകാമല്ലോ. പല പ്രാവശ്യം തോന്നിയിട്ടുള്ളതാണ്. എങ്ങനെ ചോദിക്കും എന്ന് കരുതിയാണ്. ഇപ്പോഴാണ് ജാനകിയമ്മയുടെ മനസ്സിലാക്കിയത്. എക്സ്പ്രോ ഫോട്ടോ എടുത്തതുപോലെ. ഞാൻ സ്വാമിയെ നേരത്തെ മനസ്സിലാക്കി. അതാണല്ലോ ലേഡീസിന്റെ കഴിവ്. യു സി ജാനകിയമ്മ, ലേഡീസ് ആർ ഇന്റലിജന്റ്. ഇപ്പോ റിക്രൂട്ട് ചെയ്ത ഒരു ടൈപ്പിസ്റ്റ് ഉണ്ടല്ലോ. എന്താണ് ആ പാറ ഇളവിന്റെ പേര്? വിമല. യെസ് യെസ്, എക്സാക്ട്ലി, വിമല. ഓഫീസറുടെ ഹൃദയം അവൾ കയ്യിലെടുത്തു. ഇതിനൊക്കെ കേൾക്കാനും കഴിയൊന്നും ഇല്ലേ സ്വാമി? അവളുടെ ഒരു നടത്തിയും ഒരു ഭാവവും ഇതൊക്കെ മനുഷ്യൻ കണ്ട് സഹിക്കണ്ടേ? സ്വാമിക്ക് എന്ത് തോന്നുന്നു? ജാനകിയമ്മ തൊട്ട് അടുത്തിരിക്കുമ്പോൾ എനിക്ക് മറ്റു സ്ത്രീകളുടെ ചിന്ത ഹൃദയത്തിൽ വരുമോ? സ്വാമിക്ക് സ്നേഹമുണ്ട്. ആട്ടെ സ്വാമി, ഞാൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പൊക്കെ തിന്നോ? ഞാൻ ഒറ്റയ്ക്കോ? ശീപത്പ്രാഭ, ഇംപോസിബിൾ. മഠത്തിൽ കൊണ്ടുപോയി സംസാരവും കൊഴുന്തുകളുമായി തിന്നു. കൊട്ടാരക്കരയെ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പുവാണെന്ന് പറഞ്ഞ സംസാരം തിന്നു. അപ്പോ സ്വാമി എന്നെ ദേവാലയമാക്കിയല്ലേ? ആണല്ലോ, പുണ്യവതിയാണല്ലോ. പുണ്യമുള്ള സ്ത്രീകൾ ഓരോരുത്തരും ദേവാലയമാണ്. ആൾ ദി ലേഡീസ് ആർ ടെമ്പിൾസ്. സ്വാമിയോട് സംസാരിക്കുമ്പോ എനിക്ക് രോമാഞ്ചം ഉണ്ടാവണം. ഇതാ നോക്കണം. കന്യകയല്ലേ? സാർ, ദാസ് ആൻഡ് കമ്പനിക്ക് ഇന്നലെ മറുപടി കൊടുത്തു കഴിഞ്ഞാണ്. ഇന്ന് അതേ ഫയൽ നമ്പറിൽ. അതിന് ഞാൻ എന്ത് വേണം? ഡോണ്ട് ട്രബിൾ മീ. ഉദ്യോഗം തന്നോട് പോയി ചോദിക്കണം. അടുത്തിരിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചു ചെയ്യണം. എപ്പോഴും നിസ്സാരമായ സംശയങ്ങൾ ചോദിക്കാൻ ഇങ്ങോട്ട് വരണമെന്നില്ല. സീരിയസ് ആണെങ്കിലും വരണമെന്നില്ല. നമ്മുടെ വേല എപ്പോഴും ഇങ്ങനെ തന്നെ. ദിസ് ഈസ് മൈ ടെക്നിക്. യൗവനം സുന്ദരമാണ്, കാണാനും ഭംഗിയുണ്ട്. പക്ഷെ നമ്മുടെ ഏജ് പോയില്ലേ ജാനകിയമ്മേ? ഒന്നും പോയില്ല. 35 കൂടുതൽ സ്വാമിക്ക് ആരെങ്കിലും പറയുമോ? ഉള്ളതോ? ദേഹം ഉള്ളതുകൊണ്ട് തോന്നുന്നതാണ്. ആ MK ബാലുന്റെ ഗ്രാറ്റുവിറ്റി ഫയൽ വന്നിട്ടുണ്ട്. അത് അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കാമോ സ്വാമി? മക്കളുണ്ടോ? കുഴന്തകൾ, മൈനേഴ്സ്? അതൊന്നും ഈ ഫയലിൽ നിന്ന് മനസ്സിലാവില്ല സ്വാമി. എങ്കിൽ അതവിടെ ഇരിക്കട്ടെ. ആൾ നേരിട്ട് വരട്ടെ. ആളെ ഒന്ന് കാണാമല്ലോ. സ്വാമി, ഓഫീസർ വിളിക്കുന്നു. അയ്യോ, എന്തിനാണെന്ന് അറിഞ്ഞില്ല. അവൾ ചെന്ന് പരാതി പറഞ്ഞു കൊടുത്തോ? ഇതാണ് ആയുർരേഖ. ഇത് മത്സ്യരേഖ. ഈ മത്സ്യരേഖ ഉള്ളവർ സുഖലോലുപരായിരിക്കുമെന്നാണ് ഇപ്പൊ. കാമദേവന്റെ കൊടിയടയാളം മത്സ്യമാണ്. ഇത് ഹൃദയരേഖ. സുജാതയ്ക്ക് 3 രേഖകളും ഒരുമിച്ച് ചേരുന്നു. എന്റെ കൈ നോക്കൂ, ഒരുമിച്ച് ചേരുന്നില്ല. എന്താ നക്ഷത്രം? അത്തം.
ഓഹോ, അപ്പൊ രസികത്യായത് ചുമ്മാതല്ല. അത്തമാണ് നക്ഷത്രം. അത്തത്തിന് എന്താ ഫലം? ഇതൊക്കെ തന്നെ. കലാകാരി, കാമുകി, കളഭാഷിണി, എപ്പോഴും വേഷഭൂഷാദികളിൽ ഭ്രമം, ഹൃദയം മറന്ന് സ്നേഹിക്കും. ഗോപിക്ക് ജ്യോതിഷം അറിയാമോ? ഭംഗിയായിട്ടറിയാം. ഗോപിയുടെ അച്ഛൻ എന്താ ജോലി? ജ്യോതിഷമാണോ? ലാൻഡ് ലോഡാ. ഞങ്ങൾക്ക് എന്തിനാ ജോലി? ഞങ്ങൾക്ക് 3 എസ്റ്റേറ്റ് ഉണ്ട്. റബ്ബറും തേയിലയും അമേരിക്കയ്ക്ക് നേരിട്ട് കയറ്റി അയക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. അതറിഞ്ഞൂടെ? ചേച്ചി IAS അറിഞ്ഞിട്ട് എന്തായി? ചേർന്നല്ലേ ഉള്ളൂ. എക്സാമിനേഷൻ ഇനിയുമുണ്ട്. ഇളയ സിസ്റ്റർ MA കാരിയാണ്. അതാണ് വിഷമം. ഗോപി ഭാഗ്യവാനാണെന്ന് പറയൂ. ഇത്രയും സൗഭാഗ്യവാനായ ഗോപി ദൈവം എനിക്ക് തന്നല്ലോ. ഞാനാണത് പറയാൻ. സുജാതെ ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്.